ആൽബത്തിന്റെ സംഘാടകനായ ലീഡർ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആഘാതത്തിൽ മക്കളെന്തെങ്കിലും കടുങ്കൈ കാട്ടുമോ എന്ന ഭയം കൊണ്ട് അവരെ ഒന്ന് ഫോൺ ചെയ്ത് സമാധാനിപ്പിക്കാൻ വേണ്ടി ഈ വേദി വിട്ടുപോയത് ഓർക്കുമല്ലോ. ദുസ്വപ്നങ്ങൾ വേട്ടയാടുന്ന വിഷമവൃത്തത്തിലാണ് അദ്ദേഹം. കടമറ്റത്ത് കത്തനാരെ പോലെ എന്തെങ്കിലും മാന്ത്രിക വേല കാട്ടി മക്കളെ രക്ഷിക്കാൻ കഴിയുമോ എന്നുവരെ അദ്ദേഹം സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇതാണ് മാളയൂർക്കാവ് മന, കേരള രാഷ്ട്രീയത്തിലെ ഭൂതപ്രേത പിശാചുക്കളുടെ ആസ്ഥാനം. തെരഞ്ഞെടുപ്പിൽ തോറ്റ ഗതികിട്ടാത്ത ആത്മാക്കൾ ഇന്നും ഇവിടെ സ്വൈരവിഹാരം നടത്തുന്നു. മഹാമാന്ത്രികനായ മാളയൂർക്കാവ് കരുൺജി ആവാഹിച്ച് കുടിയിരുത്തിയിരിക്കുന്ന KTDC അങ്കാട്ട് നീലിയുടെ വിഹാര കേന്ദ്രം. ഈശ്വര, എല്ലാം ഇത്രയും പെട്ടെന്ന് തകിടം മറിയുമെന്ന് വിചാരിച്ചില്ല. മക്കളെ വളർത്താനും ഗ്രൂപ്പ് വളർത്താനും പാർട്ടി പിളർത്താനും നടന്നപ്പോൾ ജനങ്ങളുടെ ബുദ്ധി വളർന്നത് മനസ്സിലാക്കാൻ അച്ഛന് കഴിഞ്ഞില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? കക്ഷത്തിലിരുന്ന KTDCയും പോയി, ഉത്തരത്തിലിരുന്ന MP സ്ഥാനവും പോയി. ഇനി പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ആരാ വടക്കാഞ്ചേരി പാലമരച്ചോട്ടിൽ ഒളിച്ചിരിക്കുന്നത്? ആരാന്നാ ചോദിച്ചത്? എടി, KTDC കാട്ട നീലി, ഇത് ഞാനാ. എല്ലാം നഷ്ടപ്പെട്ട KCB ഗന്ധർവൻ. ഒരു മഴയിൽ കിളിർത്തു ഞാൻ, ഗ്രൂപ്പ് കളിച്ചു വളർന്നു ഞാൻ, ഒരച്ഛൻ്റെ മകനായി. ചതിയറിയാതെ കളിയറിയാതെ വളരും ഞാനൊരു മുഖ്യനായി വരും, ഇതാണെൻ സ്വപ്നം. ഇനി മുഖ്യനാവാനല്ല, വല്ലയിടത്തും പോയി മുക്രയിടാനാ പോണേ. നീ ഒറ്റ ഒരുത്തി കാരണമാണ് തോറ്റത്. നിന്റെ തൃക്കാൽ എന്നെടുത്ത് രാഷ്ട്രീയത്തിൽ വെച്ചോ അന്ന് തുടങ്ങിയതാ നമ്മുടെ കുടുംബത്തിന്റെ കഷ്ടകാലം. ഇനി ഹൈക്കമാൻഡിനെ കാണാൻ ഡൽഹി പോണമെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി വിമാന ടിക്കറ്റ് എടുക്കണമല്ലോ. നീയാണിതിന് ഉത്തരവാദി. അങ്ങനെ എല്ലാ കുറ്റങ്ങളും എന്റെ തലയിൽ കെട്ടിവെച്ച് കൈ കഴുകാൻ നോക്കണ്ട. ചേട്ടന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ ഇത്രയും ഭൂരിപക്ഷത്തിന് തോറ്റത്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, പണി പഠിക്കാതെ ഒരു പണിക്ക് ഇറങ്ങിത്തിരിക്കരുത്. 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലല്ലേ തോറ്റത്. പണി പഠിപ്പിച്ച അച്ഛന് എല്ലാരും കൂടെ പണി കൊടുത്തില്ലേ, പിന്നെയാ ഞാൻ. പണി കിട്ടിയത് നമുക്കാ. അച്ഛൻ സ്വസ്ഥമായിട്ട് രാജ്യസഭയിൽ പോയി ഇരിക്കും. മക്കളായ നമ്മളെയൊക്കെ മറന്നിട്ടോ? അച്ഛനെല്ലാം മറക്കാനും മാറ്റി പറയാനും ഒരു നിമിഷം മതി. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. മന്ത്രിസ്ഥാനം, സ്റ്റേറ്റ് കാറ്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് കട്ടാണെങ്കിലും ഇഷ്ടംപോലെ വൈദ്യുതി, എല്ലാം തൊലഞ്ഞില്ലേ. ചേട്ടൻ വിഷമിക്കണ്ട, പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ്. ഇത് മുന്നോടിയല്ല, തിരിച്ചടിയാണ്. ജനങ്ങളുടെ അടി നേരിട്ട് കിട്ടുന്നതിന് മുൻപ് നോമിനേഷൻ വെച്ച് കീഴടങ്ങുന്നതാണ് നല്ലത്. നമ്മൾ വന്നിട്ട് ഇത്രയും നേരമായി, അച്ഛനെ കാണുന്നില്ലല്ലോ. അച്ഛാ! അല്ല, താൻ ആരാണെന്നാ തന്റെ വിചാരം? കുറെ കാലമായില്ലല്ലോ ഇതും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. ഈ പൈസ കാലത്ത് തനിക്ക് വല്ലയിടത്ത് ഇറങ്ങി ഇരുന്നൂടെ? ഇനി എന്റെ കണ്ണും വെട്ടത്ത് കണ്ടുപോരുത്, കിടക്ക് പടുത്ത്. അച്ഛൻ ഏതോ ഒരു ബാധയെ ഒഴിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. അച്ഛാ, ഞാൻ ദാ വരുന്നു. അച്ഛൻ ഏത് ബാധയെ ഒഴിപ്പിച്ചത്? ഞാൻ ആരെയും ഒഴിപ്പിച്ചല്ല, എന്നെ തന്നെ കണ്ണാടിയിൽ കണ്ടപ്പോൾ 4 ചീത്ത പറഞ്ഞാ. ആട്ടെ, നിങ്ങളെന്താണ് നിൽക്കുന്നത്? വിവരങ്ങളെല്ലാം അച്ഛൻ അറിഞ്ഞില്ലേ? ഇനി പുറത്തിറങ്ങി ജനങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന നാണക്കേടിലാണ് ഞങ്ങൾ. നാണോ മാനോ എന്റെ നിഘണ്ടുവിലില്ല. എന്റെ മക്കൾക്കും അത് പാടില്ല. അച്ഛാ, ഏതു വിധേനയും
ആ മുഖ്യനാരെ നമുക്ക് തളയ്ക്കണം. അയാൾ വലിയ മുക്കിനാരല്ലേ? കടം കയറിയ മുറ്റത്ത് മുക്കിനാര്. അയാൾ വരട്ടെ, നമുക്ക് കാണാം. അതിനാദ്യം അയാളുടെ കയ്യിലിരിക്കുന്ന ആ മാന്ത്രികവടി തട്ടിയെടുക്കണം. എന്തിനാണച്ചാ വയസ്സാം കാലത്ത് കുത്തിപ്പിടിച്ച് നടക്കാനോ? അല്ലടാ, നിന്റെ നെറുകം തലയ്ക്ക് അടിക്കാൻ. അയ്യോ, ആ മാന്ത്രിക വടിയാണ് അയാളുടെ ശക്തി. അതെങ്ങനെ നമുക്ക് കൈക്കലാക്കാൻ പറ്റുവച്ചാ? മോളെ, പവർ കുറഞ്ഞാണെങ്കിലും അച്ഛൻ്റെ കയ്യിലുണ്ട് ഒരു മന്ത്രവടി. അതിൻ്റെ ശക്തിയാൽ അയാളെ ഞാനിവിടെ വരുത്തും. ഇല്ലെങ്കിൽ ഗ്രൂപ്പിലെ ചാത്തന്മാർ അയാളെ ഇവിടെ കൊണ്ടുവരും. അല്ല, ഇതാര്? മഹാമാന്ത്രികൻ കടങ്കേറിയ മുഖ്യനാരോ? അപ്പോൾ ഈ പാവങ്ങളുടെ മാളയൂർക്കാവ് മനയിലും വരും. ഞാൻ നിങ്ങളുടെ കഴിവുകൊണ്ടൊന്നും വന്നതല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ മാനം കെട്ടി ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോയതാണ്. എന്തൊക്കെ ബഹളമായിരുന്നു. മകക്ക് സീറ്റ്, മകന് സീറ്റ്, ഇപ്പൊ എല്ലാം കൂടി ഒത്തു കിട്ടിയല്ല. ഞാൻ തന്നോട് അന്നേ പറഞ്ഞല്ലേ നേതൃമാറ്റം ആവശ്യമാണെന്ന്. ഇപ്പൊ എന്തായി? ഈ നേതൃമാറ്റം ആവശ്യമാണെന്ന് അന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഇങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടാകും. ഇത് മാറ്റമല്ല, വലിയൊരു നാറ്റമാണ്. ഇപ്പൊ എന്തായി? എല്ലാവരും തോറ്റു തൊപ്പിപ്പാള ഇട്ടില്ലേ? ഇവിടെ ഇരിക്കാൻ കസേര ഒന്നുമില്ലേ? ഇവിടെ കസേരയില്ല, കസേര മോഹികളേ ഉള്ളൂ. മഹാമാന്ത്രികനല്ലേ, കസേരയില്ലാതെ ഒന്ന് ഇരുന്ന് നോക്ക്. അങ്ങനെ ആരും എന്നെ ഇരുത്താൻ നോക്കണ്ട. കേറിയിട്ടുണ്ടെങ്കിൽ എനിക്കിരിക്കാനും അറിയാം. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത്? എൻ്റെ മക്കളെ പോലെ തന്നെ ഈ വീട്ടിലെ കസേരയ്ക്കും അനുസരണ ഇല്ലാതായോ? പോ കസേരയകത്ത്. അങ്ങനെ നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട. നിങ്ങൾക്കറിയാവുന്ന വിദ്യകളൊക്കെ എനിക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിക്കുന്ന വിദ്യകളെല്ലാം തനിക്ക് കാണിക്കാൻ പറ്റുമോ? എന്താ ഇത്ര സംശയം? എന്നാ ഇതൊന്ന് കാണിച്ചേ. ഇതാണ് വലിയ വിദ്യ. ഇത് ഏത് കൊച്ചു കുട്ടിക്കും കാണിക്കാം. ദേ ഇന്ന കണ്ടു. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. ഇപ്പൊ തന്റെ മാന്ത്രികവടി എന്റെ കയ്യിലാ. അല്ല, ഇതിപ്പോ ഇതെന്ത് അക്രമമാണ് കാണിച്ചത്? ഇതാ പറഞ്ഞത്, മന്ത്രം മാത്രം പഠിച്ചാൽ പോരാ, തന്ത്രം കൂടി പഠിക്കണം. ദേ ഒരു വരി പുള്ള കളിക്കാണ്ട് നിങ്ങൾ ആ വടി ഇങ്ങോട്ട് ഇങ്ങോട്ട് തരാൻ. ഇല്ല, ഇത് ഞാൻ തരില്ല. ഇതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദേ ഒരു കാര്യം ഞാൻ പറയാം, പരിചയമില്ലാതെ ഈ വടി ഉപയോഗിക്കരുത്. അറിയാൻ പാടില്ലാത്ത പണിക്ക് നിൽക്കരുതിട്ടാ. ആ വടി ഇങ്ങോട്ട്. ഇല്ല, ഞാൻ തരില്ല. മര്യാദക്ക് ആ വടി ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. എടോ, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമുണ്ട്. അത് നിറവേറ്റിയിട്ടേ ഞാൻ ഈ മാന്ത്രികവടി തിരിച്ചു തരൂ. എൻ്റെ മാളയൂർക്കാവിലമ്മേ, എൻ്റെ വോട്ടർ ചാത്തന്മാരെ, എൻ്റെ ഹൈക്കമാൻഡ് ഭവതി, എൻ്റെ ഈ രണ്ട് മക്കൾക്കും എതിരായി നിൽക്കുന്ന ശത്രു ആരായിരുന്നാലും അവൻ നിലം പതിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങളുടെ യഥാർത്ഥ ശത്രു ആരാണെന്ന്. കീർത്തിതൻ സഹയാത്രികൻ